أعوذ بالله من الشيطان الرجيم والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വിഷയാവതരണത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന നിലയിൽ തർക്കത്തിലിരിക്കുന്ന സഹായാർത്ഥനയ്ക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം ഉദ്ധരിക്കണം. തർക്കത്തിലിരിക്കുന്ന സഹായാർത്ഥനയ്ക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം ഉദ്ധരിക്കും. എൻ്റെ പേര് മൂസ കീഴ്പള്ളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അർഹമുർ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഇവിടെ നമ്മുടെ സഹോദരൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചിരിക്കും. വിഷയാവതരണം ശരിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മറ്റു ഇതര ആദർശവാദികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹു അല്ലാത്തവരോട് അഭൗതികമായ വിഷയങ്ങൾ, അത് ജീവിച്ചിരിക്കുന്നവരോടാവട്ടെ മരിച്ചവരോടാവട്ടെ, അഭൗതിക വിഷയങ്ങളിൽ സഹായം ചോദിക്കുക എന്നത്. സഹോദരൻ ചോദ്യം വളരെ ലളിതമാക്കിയത് കൊണ്ട് സന്തോഷം ഉണ്ട്. തർക്കത്തിലിരിക്കുന്ന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നികൾ നടത്താറുള്ള ഇസ്തിഗാസ, അഥവാ ആ ഇസ്തിഗാസയുടെ നിർവചനം എന്താണ്? കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച കെ കുഞ്ഞീദ് മദനിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിന്റെ 102-ാമത്തെ പേജിൽ വളരെ വസ്തുനിഷ്ഠമായി തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയെ നിർവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല. എന്താണ് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ? മനുഷ്യ കഴിവിനതീതമായ വിഷയങ്ങളിൽ, ഉദാഹരണം മഴ ചോദിക്കുക, ഭൗതികമായ സാഹചര്യം ഇല്ലാത്തിടത്ത് വെള്ളം ചോദിക്കുക, അങ്ങനെ പല വിഷയങ്ങളും മനുഷ്യ കഴിവിനതീതമായ വിഷയങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം ചോദിക്കൽ ബഹുദൈവാരാധനയാണ്. ഇൻ ബ്രാക്കറ്റ് ശിർക്കാണ്. ശരിക്കും ശ്രദ്ധിക്കണം. മനുഷ്യ കഴിവിനതീതമായ വിഷയങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം ചോദിക്കൽ അത് ശിർക്കാണ്. ഇൻ ബ്രാക്കറ്റിൽ ബഹുദൈവാരാധനയാണ്. തിരുസുന്നത്തിൽ സ്പഷ്ടമായിട്ടുള്ളതും ഉത്തമ നൂറ്റാണ്ടുകളിൽ നിലനിൽക്കുന്നതുമായ ആശയം ഇതാണ് എന്നും കുഞ്ഞീദ് മദനി അദ്ദേഹം അൽ ഇസ്തിഗാസ, അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിന്റെ 102-ാമത്തെ പേജിൽ, മറ്റൊരു നുസ്ഖയിൽ 104-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ. മുജാഹിദ് തന്നെ പറഞ്ഞു, നമ്മൾ പറയണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ചോദ്യം, ആ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയിൽ അഥവാ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം, മനുഷ്യ കഴിവിനതീതമായ വിഷയത്തിൽ സഹായം ചോദിക്കൽ അഥവാ ഇസ്തിഗാസ നടത്തൽ, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്നാണ് അതിന്റെ അദ്ദേഹം പ്രയോഗിച്ചത്. അതിന്റെ ട്രാൻസ്ലേഷൻ സഹായം ചോദിക്കൽ. അതിന് വിശുദ്ധ ഖുർആനിൽ ഒരു തെളിവാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്, അല്ലേ? ഓക്കെ, മുഖവര ശ്രദ്ധിച്ചല്ലോ. ശരി, നിങ്ങൾക്ക് അവസരമുണ്ട്.
ഇനി ആയത്ത് കേട്ടുകൊള്ളുക. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബിയോട് ഇസ്തിസ്ഖാ നടത്തി. ഇസ്തിസ്ഖാ എന്നുള്ളതിന്റെ നിർവചനം വളരെ വ്യക്തമായിക്കൊണ്ട് ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും അവിടുത്തെ ഫത്ഹുൽ ബാരിയുടെ പഴയ കോപ്പിയിൽ 2ാം വാല്യം 493 പേജിൽ, അതുപോലെ പുതിയ കോപ്പി 3ാമത്തെ വാല്യത്തിലും വളരെ വ്യക്തമായി പറഞ്ഞത് കാണാം. അഭൗതികമായ വിഷയങ്ങളിൽ ഇപ്പൊ മഴയെ തേടുന്ന ദുആയൊക്കെ നമ്മൾ കിതാബുകളിൽ പഠിച്ചതാണ്. അപ്പോ ഭൗതികമായ രൂപത്തിൽ വെള്ളം ലഭിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തിടത്ത് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതിനാണ് ഇസ്തിസ്ഖാ എന്ന് പറയുന്നത്. ആ ഇസ്തിസ്ഖാ മൂസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ ജനതകൾ, തന്റെ സമുദായം ചോദിച്ചത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളം ഭൗതികമായി ലഭിക്കൽ കിട്ടാൻ എങ്ങനെയാണ്? ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുക, ഓക്കെ. പൈപ്പ് സമീപിക്കുക, ഓക്കെ. അതുപോലെ തന്നെ കുളത്തിൽ നിന്ന് മുക്കിയെടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം ആ പുഴയിൽ നിന്ന് മുക്കിക്കൊണ്ടുവരൂ. ഇതുപോലെയുള്ള പ്രയോഗങ്ങളാണ് ഭൗതികം എങ്കിൽ, അത്തരം ഭൗതിക സാഹചര്യമില്ലാത്ത ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ച ഖുർആനിൽ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു. അദ്ദേഹം ഖുർആൻ ചോദിച്ചു, ഞാൻ ഖുർആൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ഏതാ? മുജാഹിദിന്റെ പുസ്തകത്തിൽ തന്നെ നാം പറയുകയും ചെയ്തു, വളരെ വ്യക്തമായി ഉണർത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ ഇത് തർക്കത്തിലിരിക്കുന്നതാണോ അഭൗതികമാണോ എന്ന വിഷയം അദ്ദേഹം വല്ല തഫ്സീറിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മുജാഹിദുകൾ തന്നെ അംഗീകരിക്കുന്ന തഫ്സീറിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ധരിക്കും. മർക്കട മുട്ടിയല്ല വിഷയം, ചോദ്യത്തിന് മറുപടിയാണ് എന്ന് ഉണർത്തുന്നു. അതുകൊണ്ട് ചോദ്യം ചോദിച്ചു, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ഏതാണ്? അത് വളരെ വ്യക്തമായി ഇവിടെ അവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. അതിനുള്ള ആയത്ത് ഏതാണ്? അത് ഖുർആനിൽ നിന്നും ഇവിടെ ഉദ്ധരിച്ചു.